നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഞാൻ ഓൾറെഡി ദേവി ലളിത സഹസ്രനാമത്തിൻ്റെ മീനിങ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ദേവി മഹാത്മ്യം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗ്സും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവർക്ക് ദേവി മഹാത്മ്യത്തിൻ്റെ മീനിങ് വേണമെന്ന്. അപ്പം ഞാനിത് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം, എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ദേവിയെ മനസ്സാസ്മരിച്ച് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേവി മഹാത്മ്യത്തിൻ്റെ മീനിങ് പറയുകയാണ്, അതെങ്ങനെയാണ് ചാൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ദേവിയുടെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു മന്ത്രമാലയാണ് ദേവി മഹാത്മ്യം. അപ്പോൾ ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേവി ജഗന്മാതാവാണ്. ഭക്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ യോഗ്യത അനുസരിച്ച് വേണ്ടതെല്ലാം നൽകുന്ന ഒരു മഹാദേവിയാണ് അമ്മ. അതുപോലെ തന്നെ മക്കൾക്ക് വരുന്ന സങ്കടവും സന്താപവും പോരായ്മകളും എല്ലാം മനസ്സിലാക്കി അവയെ ദൂരീകരിക്കാൻ വേണ്ടത് ചെയ്യുന്ന ഒരു മഹാമായയാണ്, അല്ലെങ്കിൽ ഒരു മഹാദേവിയാണ് നമ്മുടെ അമ്മ. ആ അമ്മയുടെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു മന്ത്രമാലയാണ് ദേവി മഹാത്മ്യം. ആ ദേവി മഹാത്മ്യം എങ്ങനെ ചാൻറ്റ് ചെയ്യണം, ഏത് തരത്തിൽ ചാൻറ്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയുന്ന കൊച്ചു കൊച്ചു വിവരങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതായത് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്, നമ്മൾ ദേവി മഹാത്മ്യം ചാൻറ്റ് ചെയ്യുമ്പോൾ ദേവിയെ മനസ്സിൽ ഗുരുവായി സങ്കല്പിച്ചിട്ട് വേണം ദേവി മഹാത്മ്യം ചാൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഗുരുക്കന്മാരുണ്ടാവില്ല. ഇപ്പോൾ ഗുരുമുഖത്തുനിന്ന് ഇത് കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അല്ലാതെ നമ്മൾ ദേവി മഹാത്മ്യം ചാൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയെ ഗുരുവായി സങ്കല്പിച്ചിട്ട്, അതായത് നമ്മുടെ പരാശക്തിയായ ദേവിയെ ഗുരുവായി സങ്കല്പിച്ചിട്ട് വേണം ഇത് ചാൻറ്റ് ചെയ്യാൻ. ഞാൻ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെ തന്നെയാണ് ഞാൻ മനസ്സിൽ ഗുരുവായി സങ്കല്പിച്ചേക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് ആറ്റുകാലമ്മ, ചോറ്റാനിക്കരമ്മ. ഇതല്ലാതെ കൊടുങ്ങല്ലൂർ അമ്മയെ തന്നെ മനസ്സാസ്മരിച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കറിയുന്ന വിവരങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ദേവി മഹാത്മ്യം എന്ന് പറയുമ്പോൾ പല പല ഓതേഴ്സിൻ്റെ ബുക്കുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും മീനിങ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കറിയുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ദേവിയെ മനസ്സാസ്മരിച്ച് ഞാൻ ഇത് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗണേശനെയും എല്ലാ വിഘ്നങ്ങളും തീർത്ത് ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുമ്പോൾ ഇത് കേൾക്കുന്നവർക്കെല്ലാം ഇത് ചാൻറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം ദേവി കൊടുക്കട്ടെ എന്ന് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ദേവി മഹാത്മ്യ പാരായണക്രമം പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 7-8 ദിവസം കൊണ്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ചാൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 7-8 ദിവസം എടുത്തിട്ട് ചാൻറ്റ് ചെയ്യുക. അപ്പോൾ ചാൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു സൺഡേ തുടങ്ങുകയാണ്. അല്ല, നല്ല ദിവസം ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം നോക്കി തുടങ്ങുക. ഞാനിപ്പോൾ സൺഡേ വെച്ച് പറയാം. ഇപ്പം സൺഡേ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിലിപ്പോൾ ചെല്ലേണ്ടത് അർഗള സ്തോത്രം ഉണ്ട്, പിന്നെ കവചമുണ്ട്, കീലകം. ഇത് മൂന്നും ചൊല്ലിയ ശേഷം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അർഗളം, കീലകം, കവചം ഇത് മൂന്നും അതായത് ഓരോ അധ്യായം പോലെ തന്നെയാണിത്. അത് ചൊല്ലിയ ശേഷം പിന്നെ ഇപ്പൊ സൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഇത് മൂന്നും ചൊല്ലിയ ശേഷം സൺഡേ ദേവി മഹാത്മ്യത്തിലെ 1-ാം അധ്യായം ചൊല്ലുക. ഞാൻ നിങ്ങൾക്ക് അത് ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം അതിൻ്റെ ഓർഡർ. അപ്പം ഞാൻ ഓറലി പറയുകയാണ്. സൺഡേ 1-ാമത്തെ അധ്യായം. അപ്പം അർഗളം, കീലകം, കവചം കഴിഞ്ഞിട്ട് സൺഡേ 1-ാമത്തെ അധ്യായം. തിങ്കളാഴ്ച സൺഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തിങ്കളാഴ്ച 2-3 അധ്യായം, ചൊവ്വാഴ്ച 4-ാമത്തെ അധ്യായം, ബുധനാഴ്ച 5, 6, 7, 8 അധ്യായം, വ്യാഴാഴ്ച 9, 10 അധ്യായം, വെള്ളിയാഴ്ച 11-ാമത്തെ അധ്യായം, ശനിയാഴ്ച 12, 13 അധ്യായം. അതോടെ ദേവി മഹാത്മ്യം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ പറയില്ലേ, വളരെ ഐശ്വര്യമാണ് ദേവി. നമ്മൾ അമ്പലത്തിൽ പോയി ചൊവ്വയും വെള്ളിയും തൊഴണത് നല്ല ഒരു
മനസ്സിന് നല്ലൊരു സന്തോഷവും കിട്ടും. അത് മാത്രമല്ല വളരെ ഐശ്വര്യപ്രദമാണെന്ന് പറയും. കാരണം ദേവിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് ചൊവ്വയും വെള്ളി. അപ്പം നമുക്ക് ഈ 4ഉം 11ഉം അധ്യായങ്ങൾ ദേവീസ്തുതികൾ മാത്രമാണ്. അത് നിങ്ങൾ കഴിവതും ചൊല്ലുകയാണെങ്കിൽ ഈ 4, 11 അധ്യായം ചൊവ്വയും വെള്ളിയും ഇത് ഈ ഓർഡറിൽ പോയിക്കോട്ടെ, പക്ഷെ എല്ലാ ദിവസവും നമ്മൾ എല്ലാ ചൊവ്വയും വെള്ളിയും 4, 11 അധ്യായം ചൊല്ലുകയാണെങ്കിൽ വളരെ ഐശ്വര്യമാണ്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ദേവി ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ 13 അധ്യായം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാണ്. ഈ ദേവിയുടെ കാരുണ്യം കൊണ്ട് മഹാവിഷ്ണു മധുകൈടവന്മാരെ വധിക്കുന്ന സംഭവമാണ് 1ാമത്തെ അധ്യായത്തിലുള്ളത്. 2ഉം 3ഉം അധ്യായത്തില് ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം മഹിഷാസുരമർദ്ദിനിയായി ദേവി അസുരനിഗ്രഹം ചെയ്യുന്നതാണ് 2ഉം 3ഉം അധ്യായങ്ങളിൽ. ഇനി 4ാമത്തെ അധ്യായം ഇന്ദ്രാദി ദേവന്മാർ ഭക്തിപൂർവം ദേവിയെ സ്തുതിക്കുന്നതാണ് 4ാമത്തെ അധ്യായം. ഞാൻ പറഞ്ഞില്ലേ 4ഉം 11ഉം അധ്യായം ദേവി സ്തുതിയാണ്. പിന്നെ ദേവി ശുംഭനിശുംഭന്മാർ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ തുടങ്ങിയ ഘോരാസുരന്മാരെ വധിക്കുന്നതാണ് 5 തൊട്ട് 10 വരെയുള്ള അധ്യായങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 11ാമത്തെ അധ്യായം ഞാൻ പറഞ്ഞില്ലേ ദേവീസ്തുതി തന്നെയാണ്. 11ാമത്തെ അധ്യായം കംപ്ലീറ്റ് ദേവീസ്തുതിയാണ്. പിന്നെ ഈ എന്താ പറയാ നമ്മുടെ ഈ അപ്പൊ ഞാൻ 11ാമത്തെ അധ്യായം പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ദേവി മഹാത്മ്യം ചാൻഡ് ചെയ്യണ കൊണ്ടുള്ള ബലങ്ങളുടെ വിവരങ്ങളാണ് 12ാമത്തെ അധ്യായം. 13ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദേവി ഭൗതികവും അധ്യാത്മികവുമായ വരങ്ങൾ അർത്ഥിച്ച സുരത സാമാധി എന്ന് പറയുന്ന ആളുകൾക്ക് നൽകുന്ന വിവരണം ആണ് 13ാമത്തെ അധ്യായം. അങ്ങനെ 13 അധ്യായമാണ്. പിന്നെ ദേവി മഹാത്മ്യം ചാൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു അധ്യായം വായിച്ചു, നമ്മൾ സ്ത്രീകളാണ്, അപ്പൊ ചാൻഡ് ചെയ്യണതിന്റെ ഇടയ്ക്ക് നമ്മൾ വീട്ടിലാണെങ്കിൽ ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാൽ നമ്മളൊന്ന് പോയി നോക്കും. അങ്ങനെ അഥവാ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വന്നിരുന്നിട്ട് ആ അധ്യായം ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നോക്കി വായിക്കുകയാണെങ്കിൽ പുസ്തകം ഒന്നുമില്ലെങ്കിൽ ടേബിളിന്റെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ പീഠത്തിൽ വെച്ചോ വായിക്കണം. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് വായിക്കരുത്. പിന്നെ ഇത് മനസ്സിൽ നമ്മളിപ്പോ പതുക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ നാമങ്ങൾ ചെല്ലുക, അങ്ങനെ ചെല്ലരുത്. ഇത് ഇത്തിരി ഉറക്കെ ഇപ്പൊ ഞാൻ പറയണ പോലെ കുറച്ചൊന്ന് ഉറക്കെ. അപ്പൊ നമ്മുടെ ചുമരുകൾക്കും നമ്മുടെ വീടുകൾക്കും ഒക്കെ കേൾക്കാം. വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്നല്ലേ നമ്മൾ വായിക്കുക. അപ്പൊ വീടിനും അകത്ത് അത് കേട്ട് കഴിഞ്ഞാലും പുറത്ത് കേട്ടാലും അതൊരു ഐശ്വര്യമാണ്. എന്ന് വെച്ചാൽ ഉറക്കെയല്ല, നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ മറ്റുള്ളവർ കേൾക്കത്തക്ക രീതിയിൽ വായിക്കുക. പിന്നെ അങ്ങനെ വായിച്ചാൽ തന്നെ ഈ ദേവി മഹാത്മ്യം വായിക്കുന്നത് കേട്ടാൽ തന്നെ ആപത്തൊഴിയുന്നു മാത്രമല്ല നമ്മുടെ ബാധകളൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നു. ശത്രു അങ്ങനെയൊക്കെ പറയില്ലേ, ശത്രുദോഷം അങ്ങനെയുള്ള ബാധകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ച് ഒന്ന് നമ്മളിപ്പോ സംസാരിക്കുന്ന പോലെ ചാൻഡിയ മനസ്സിൽ ചെല്ലാതിരിക്കുക. പിന്നെ ഈണത്തിൽ ചൊല്ലേണ്ട ആവശ്യമില്ല ദേവി മഹാത്മ്യം. അങ്ങനെ ട്യൂണൊക്കെ ഒന്നിട്ട് ചൊല്ലണ്ട, നമ്മൾ പാരായണം ചെയ്യുക. ഇത് ദേവിയെ പ്രകീർത്തിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ആ ഉള്ളടക്കം പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചാൻഡ് ചെയ്യണത് ഞാൻ പറഞ്ഞു ദേവി മഹാത്മ്യത്തിലെ അർഗള സ്തോത്രം, കീലക സ്തോത്രം ചാൻഡ് ചെയ്തിട്ട് ദേവി കവചം ആണ് പിന്നെ ചാൻഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അർഗള സ്തോത്രമാണ്. അപ്പോൾ അർഗളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്തോത്രം അപ്പൊ ഞാൻ 2 ലൈൻ വായിച്ച് അതിന്റെ മീനിങ് പറയാം. ദേവി മഹാത്മ്യം മീനിങ് ഉള്ള ബുക്ക് കിട്ടും. പക്ഷെ ഞാൻ പല ബുക്കുകളും അവിടെ 2-3 ബുക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ബുക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം റെഫർ ചെയ്ത് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഞാൻ ദേവി മഹാത്മ്യം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശ്രമത്തിൽ നിന്ന് ഞാൻ അതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഞാനിപ്പോ ഒരു 10 പ്രാവശ്യമെങ്കിലും ദേവി മഹാത്മ്യം ചാൻഡ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എണ്ണിയിട്ടില്ല, എന്നാലും ഒരുവിധം എന്തായാലും ഒരു 6-7 പ്രാവശ്യം ചാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും അല്ലാതെയും ചാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ അത്രയും ചാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടിയും അത് പറയാമെന്ന്. അപ്പോൾ ഇത് അർഗള സ്തോത്രമാണ്. അപ്പോൾ ഗണേശനെ മനസ്സിൽ ധ്യാനിക്കുക. അതേപോലെ തന്നെ ദേവിയെ ഗുരുവായി സങ്കല്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ദേവി മഹാത്മ്യം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് നിങ്ങൾ വായിക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ലൈൻ തെറ്റുകയാണെങ്കിൽ ആ ലൈനിൽ ആദ്യത്തെ ലൈൻ തൊട്ട് വീണ്ടും ഒന്ന് ചാൻഡ് ചെയ്യുക.
നമുക്കിപ്പോൾ വായിക്കുമ്പോൾ ഒന്ന് തെറ്റിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ അധ്യായം തൊണ്ട ആ ലൈൻ വീണ്ടും ഒന്ന് ചാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ചാൻഡ് ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് വേറൊരു കാര്യം, അർഗളം എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഓം വിഘ്നേശ്വരായ നമ. അർഗള ശബ്ദത്തിന് സാക്ഷ എന്നർത്ഥം. അതായത് നമ്മൾ അടച്ച കതക് തുറക്കണമെങ്കിൽ, പണ്ടത്തെ വീടിനൊക്കെ സാക്ഷിയുള്ള വീടല്ലേ, ആ സാക്ഷ തുറന്നാലേ നമുക്ക് ആ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികൾക്ക് എല്ലാത്തിനും പാപവും അതുപോലെ തന്നെ പുണ്യവും ഒക്കെ ഉണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്താലും പാപകർമ്മങ്ങൾ ചെയ്താലും നമ്മൾ പറയില്ലേ, പാപം ചെയ്താൽ അതിന്റെ ദൂഷ്യഫലം അനുഭവിക്കണം, പുണ്യം ചെയ്താൽ നമുക്ക് അതിന് നല്ല ഫലം കിട്ടുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ പാപശക്തികളെ നയിപ്പിച്ച് പുണ്യാനുഭവത്തിനുള്ള തടസ്സം മാറ്റാനുള്ള ഒരു ഉപായമാണത്രേ അർഗള സ്തോത്രം എന്നാണ് പറയുന്നത്. അപ്പോ ഇതൊരു പ്രകൃതി നിയമമാണ്, എല്ലാ പ്രവൃത്തിക്കും പാപവും പുണ്യവും ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അർഗള സ്തോത്രം ചെയ്യാൻ തന്നെ നമ്മുടെ പാപശക്തികളെ നശിപ്പിച്ച് പുണ്യാനുഭവത്തിലേക്ക് ഉള്ള ആ ഒരു തടസ്സം മാറ്റാനുള്ള ഒരു ദേവി പറയുന്ന ഒരു ഉപാധിയാണ് ഈ അർഗള സ്തോത്രം. അപ്പൊ അർഗള സ്തോത്രത്തെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനത് ചാൻഡ് ചെയ്യാം. അർഗള സ്തോത്രം. ഗണേശ സർവം ദേവ്യാർപ്പണമസ്തു ഭഗവാനെ. അസ്യ ശ്രീ അർഗള സ്തോത്ര മന്ത്രസ്യ കൃഷ്ണ ഋഷി അനുഷ്ഠുച്ഛന്ദ ശ്രീ മഹാലക്ഷ്മീർ ദേവത ശ്രീ ജഗദംബ പ്രീത്യർത്ഥം സപ്തശതി പാഠാംഗ ജപേ വിനിയോഗഃ. ഓം നമശ്ചണ്ഡികായൈ നമഃ. ജയത്വം ദേവി ചാമുണ്ഡേ ജയ ഭൂതാപഹാരിണി ജയ സർവഗതേ ദേവി കാളരാത്രി നമോസ്തുതേ. അപ്പൊ പറയാണ്, അല്ലയേ ചാമുണ്ടാദേവി, അവിടുന്ന് ജയിച്ചാലും ഭൂതാപഹാരിണിയായ അവിടുന്ന് ജയിച്ചാലും സർവത്തിലും വ്യാപിച്ചിരിക്കുന്നവളുമായ കാളരാത്രിയായ ദേവി നിതിരുവടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അർഗള സ്തോത്രത്തിന്റെ ആ ലൈൻ തുടങ്ങുന്നത്. പിന്നെ അടുത്തത് അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ദേവി മഹാത്മ്യ പാരായണത്തിനിടയിലെ ഏതെങ്കിലും കാരണം നിർത്തേണ്ടി വരികയാണെങ്കിൽ ഈ സ്തോത്രം ചൊല്ലി നിർത്തുകയും പാരായണം ആരംഭിക്കുമ്പോൾ ഇതൊന്നുകൂടി വിട്ട് തുടങ്ങുകയും ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഏതെങ്കിലും കാരണത്തിൽ നിർത്തി വെച്ചാല് നമ്മൾ ഇതൊന്ന് ചാൻഡ് ചെയ്തിട്ട് തുടങ്ങുക. പിന്നെ ഇനി മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയം പറയണതാണ് മാർക്കണ്ഡേയ ഉവാച എന്ന് പറയുന്നത്. ജയന്തി മംഗള കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാദാത്രി സ്വാഹ സ്വാദാ നമോസ്തുതേ. രണ്ടാമത്തെയാണ് കേട്ടോ. അതായത് ജയിക്കുന്നവളും മംഗളപ്രദയും കാലസ്വരൂപിണിയും സുഖപ്രദയും അതുപോലെ തന്നെ കപാലധാരിണിയും ദുർഗമയും. ദുർഗമ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ളവളുമായ അമ്മയ്ക്ക് ക്ഷമാശീലവും മംഗളദായിനിയും പ്രപഞ്ചധാരിണിയും ദേവപോഷണിയും പിതൃപോഷണിയുമായ അമ്മയ്ക്ക് നമസ്കാരം. അമ്മയെ പ്രകീർത്തിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഇത് പറഞ്ഞിട്ട് മംഗളകാളി കാലസ്വരൂപിണി അങ്ങനെ അമ്മയെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ മാർക്കണ്ഡേയം പറയണത് കേട്ടോ. അടുത്തത് മൂന്നാമത്തെ, മധുകൈടവ വിദ്രാവി വിധാത്ര വരദേ തമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. മധു കൈടവൻ എന്നീ അസുരന്മാരെ നശിപ്പിച്ച് ബ്രഹ്മാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ദേവിക്ക് നമസ്കാരം. എനിക്ക് നല്ല രൂപവും കാര്യങ്ങളിൽ ജയവും സമുദായത്തിൽ യശസ്സും കീർത്തിയും കൈവരുത്തിയാലും അതുപോലെ തന്നെ എന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാമക്രോധാദി മോഹങ്ങളല്ലേ നമ്മുടെ ശത്രുക്കള്, അതിനെയൊക്കെ നശിപ്പിച്ചാലും ഈ പ്രാർത്ഥന ദേവിയോട് നമ്മൾ അത് പ്രാർത്ഥിക്കുകയാണ്, ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈ ദേവി അങ്ങേക്ക് നമസ്കാരം. അതുപോലെ തന്നെ അങ്ങ് എൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കുറിച്ചല്ല പറയണത്, ഇവിടെ കാമക്രോധ മോഹാദികളാണ് നമ്മുടെ ശത്രുക്കൾ. അതില്ലാതായ തന്നെ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് മാറ്റിത്തരണേന്ന് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അടുത്തത്, മഹിഷാസുര നിർനാശ വിധാത്രീ വരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. മഹിഷാസുരനെ നശിപ്പിച്ച് ദേവന്മാരുടെ അപേക്ഷ സാധിച്ചു കൊടുത്ത ദേവി അങ്ങേക്ക് നമസ്കാരം. എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല, എന്റെ ശത്രുക്കൾ എന്ന് വെച്ചാൽ കാമക്രോധാദി മോഹങ്ങള്.
അപ്പൊ അടുത്തത് വന്ദിതാംഗ്രി യുഗേ ദേവി സർവ സൗഭാഗ്യദായിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. വന്ദിക്കപ്പെടുന്ന ചരണയുഗങ്ങളോട് കൂടിയവളും സർവ സൗഭാഗ്യങ്ങളെയും നൽകുന്നതുമായ ദേവി, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അത് തന്നെയാണ് കണ്ടിന്യൂഷൻ. അതായത് രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി. ഇത് ഈ ഒരു അർഗളത്തില് കണ്ടിന്യൂസ് ആയിട്ട് കാണാട്ടോ ഈ ലൈൻ. അതായത് എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലെന്ന് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ അത് ഒന്നുകൂടി പറയാം. വന്ദിക്കപ്പെടുന്ന ചരണയുഗങ്ങളോട് കൂടിയവളും സർവ സൗഭാഗ്യങ്ങളെ നൽകുന്നവളുമായ ദേവി, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. ഇനി ആറാമത്തെ രക്തബീജവദേ ദേവി ചണ്ഡമുണ്ട് വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. രക്തബീജനെ വധിച്ച ചണ്ഡമുണ്ടന്മാരെ നശിപ്പിച്ച അല്ലയോ ദേവി, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. രക്തബീജനെ വധിച്ച ചണ്ഡമുണ്ടന്മാരെ നശിപ്പിച്ച്, അങ്ങനെയുള്ള രണ്ട് ആളുകളെയും രാക്ഷസന്മാരെയും നശിപ്പിച്ച അലയോ ദേവി, എനിക്ക് രൂപവും ജയവും അതുപോലെ യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലെന്നാണ് പറയുന്നത്. പിന്നെ ഏഴാമത്തെ അജിന്ത്യ രൂപചരിതേ സർവശത്രു വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അജിന്ത്യങ്ങളായ രൂപങ്ങളും ചരിതങ്ങളുമുള്ളവളും, അതായത് ചരിതം എന്ന് പറഞ്ഞാൽ അചിന്ത്യമായ രൂപങ്ങൾ, അമ്മയുടെ രൂപങ്ങൾ തന്നെ വർണ്ണിക്കാൻ കഴിയാത്തവരാണ്. അത്രയും രൂപങ്ങളുള്ളവരും ചരിതം, പല അമ്മയെക്കുറിച്ച് പല ചരിതങ്ങളും ഉണ്ടല്ലോ, അങ്ങനെയുള്ളവളും എല്ലാ ശത്രുക്കളെ നശിപ്പിക്കുന്നവളുമായ അല്ലയോ ദേവി, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് അമ്മേ ദേവി മഹാമായേ നദേഭ്യ സർവദാ ഭക്ത്യാ ചണ്ഡികേ ദുരിതാപഹേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അല്ലയോ ചണ്ഡികാദേവി, ദുരിതാപഹായായ നിന്തിരുവടിയെ എല്ലായ്പ്പോഴും ഭക്തിയോടെ നമസ്കരിക്കുന്നവർക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും അതുപോലെ തന്നെ ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അത് ആ ലൈൻ പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ ഇതിൽ പറയുന്നത് നദേഭ്യ സർവദാ ഭക്ത്യാ ചണ്ഡികേ ദുരിതാപഹേ, ദുരിതാപഹമായ നിന്തിരുവടിയെ എല്ലായ്പ്പോഴും ഭക്തിപൂർവ്വം സ്മരിക്കുന്നവർക്ക്, ദുരിതം കളയുന്ന അമ്മയെ ഞങ്ങളെ എപ്പോഴും നമസ്കരിക്കുകയാണ്, അങ്ങനെയുള്ള അമ്മ ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ റീല്. പിന്നെ അടുത്തത് സ്തുവദ്ഭ്യോ ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ഭക്തിയോടുകൂടി സ്തുതിക്കുന്നവരുടെ എല്ലാ വ്യാധികളും മാറ്റുന്ന അല്ലയോ ചണ്ഡികേ, ഭവതി രൂപവും ജയവും യശസ്സും നൽകിയാലും ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചാലും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പത്താമത്തെ ചണ്ഡികേ സതതം യേ ത്വാമർച്ചയന്തീഹ ഭക്തിദ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ഹേ ചണ്ഡികാദേവി, അവിടുത്തെ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി അർച്ചിക്കുന്നവർക്ക്, ചണ്ഡിക അമ്മേ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി ആശ്രയിക്കുന്നവർക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും അതുപോലെ തന്നെ ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ചാലും. ഇനി 11 ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ആരോഗ്യവും പരമമായ സുഖവും നൽകിയാലും രൂപവും ജയവും യശസ്സും നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും. എനിക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി എനിക്ക് യശസ് നൽകി എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും എന്നാണ് 11. ഇനി 12 ഇത് വിദേഹി ദുഷ്യതാം നാശം വിദേഹി ബലമുച്ചൈക രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. വിരോധികളെ നശിപ്പിച്ച് ഉത്കൃഷ്ടമായ ഫലം നൽകിയാലും രൂപവും ജയവും യശസ്സും നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പോഴും പറയുന്നത് എന്റെ വിരോധികളെയൊക്കെ നശിപ്പിച്ചിട്ട് ഉത്കൃഷ്ടമായ ബലം എനിക്ക് നൽകിയാലും, അതായത് എന്റെ വിരോധികൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കാമക്രോധ ലോഭം അതൊക്കെ തന്നെയാണ് എന്റെ വിരോധികൾ. അതൊക്കെ അങ്ങനെയുള്ള എല്ലാ ശത്രുതയും അല്ലെങ്കിൽ ഇനി ഒരാളുടെ അടുത്തുള്ള ദേഷ്യവും അതൊക്കെ എല്ലാം മാറ്റിയിട്ട് അമ്മ എനിക്ക് ശക്തി തന്ന്, നല്ലത് ചെയ്യാനുള്ള ഒരു ശക്തി തന്ന് അമ്മ എനിക്ക് യശസ് നൽകി അമ്മ എന്നെ രക്ഷിച്ചാലും എന്നാണ് പറയുന്നത്.
വിദേഹി ദേവി കല്യാണം വിദേഹി വിപുലാം ശ്രിയം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ഭക്തന്മാർക്ക് എല്ലാ മംഗളവും വിപുലമായ ഐശ്വര്യവും നൽകിയാലും രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അമ്മ ഭക്തന്മാർക്ക് എല്ലാ ഐശ്വര്യവും നൽകാനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി 14-ാമത്തെ വിദ്യാവന്തം യശസ്വന്തം ലക്ഷ്മീവന്തം ജമാം ഗുരു രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ദേവി ഭക്തനായ എനിക്ക് വിദ്യാധനവും അതിൽ നിന്ന് യശസ്സും അതിൽ നിന്ന് ഐശ്വര്യവും നൽകിയാലും രൂപവും ജയവും യശസ്സും നൽകി ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. അടുത്തത് 14 കേട്ടോ. ഇതൊരു 24 വരെ ഉണ്ട്, 14 ഇപ്പോ. ഇനി നമുക്ക് അടുത്തത് 15-ാമത്തെ അർഗള സ്തോത്രാണ്. ഒരു 24 ഇതാണ് സ്തോത്രാണ്. അതിലെ 15-ാമത്തെയാണ് ഞാൻ ചാൻഡ് ചെയ്യണം കേട്ടോ. പ്രചണ്ഡ ദൈത്യ ദർപ്പഗ്നി ചണ്ഡികേ പ്രണതായ മേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അപ്പൊ ഞാനിപ്പോ ചാൻഡീതയില് പ്രചണ്ഡ ദൈത്യ ദർപ്പഗ്നി എന്നുള്ളതിനൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്തു അല്ലേ? അങ്ങനെ വേണം നമുക്ക്. നമ്മൾ വായിക്കുമ്പോൾ ഒരു പക്ഷെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വരും. അപ്പൊ നമ്മൾ ആ ലൈൻ ആദ്യം തൊട്ട് വായിക്കാം. ഓക്കെ. പ്രചണ്ഡ ദൈത്യ ദർപ്പഗ്നി ചണ്ഡികേ പ്രണതായ മേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. വളരെ ക്രൂരന്മാരായ അസുരന്മാരുടെ അഹംഭാവത്തെ അടക്കിയ ചണ്ഡികാദേവി, അവിടത്തെ ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. ശത്രുക്കൾ എന്ന് പറയുന്നത് ഇനി ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. കാമക്രോധ ലോഭ മോഹാദി മതമാത്സര്യങ്ങളൊക്കെ എന്റെ ആ ശത്രുതയൊക്കെ അങ്ങ് നശിപ്പിച്ചാലെന്നാണ് പറയുക. ചതുർഭുജേ ചതുർവക്ര സംസ്തുതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. 16-ാമത്തെ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവളും 4 കൈയോടുകൂടിയുമായ ഹേ പരമേശ്വരി, അങ്ങ് എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. 17-ാമത്തെ കൃഷ്ണേന സംസ്തുതേ ദേവി ശശ്വത് ഭക്ത്യാ ത്വംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ശ്രീകൃഷ്ണ ഭഗവാനാൽ പല പ്രാവശ്യം സ്തുതിക്കപ്പെട്ട ഹേ അംബികേ, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പോ അതായത് ശ്രീകൃഷ്ണ ഭഗവാനും കൂടി ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കഥയും കൂടി ഞാൻ ഇതിൽ കൂടെ പറഞ്ഞിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതിന്റെ മീനിങ് ശ്രീകൃഷ്ണ ഭഗവാനും കൂടി പല പ്രാവശ്യം സ്തുതിക്കപ്പെട്ടായ ദേവിക്ക് അംബികയെ എനിക്ക് രൂപവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ പെട്ടെന്നൊരു ഓർമ്മ വന്നൊരു കാര്യം പറയാണ്. അതായത് നാരദൻ നമ്മുടെ മഹാവിഷ്ണുവും പരമേശ്വരനും കൂടി ഇരിക്കുന്ന ആ ഒരുമിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിൽ നാരദൻ അവിടെ ചെല്ലുകയാണ്. അപ്പൊ നാരദൻ ഇങ്ങനെ ചെന്നിട്ട് പരമേശ്വരൻ ഭഗവാനോടും മഹാവിഷ്ണുവിനോടും ചോദിക്കുകയാണ്. നാരദൻ ചോദിക്കുകയാണ്, എനിക്കൊരു സംശയം ദൈവങ്ങളെ. കാരണം നിങ്ങള് ഇത്രയും ഞങ്ങള് ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു, പരമേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, അതായത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ദേവിയെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങക്കൊരു സംശയം, പരമേശ്വര ഭഗവാനും അല്ലെങ്കിൽ ശിവഭഗവാനും ശ്രീകൃഷ്ണനും ഒക്കെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് പറഞ്ഞു തരണം എന്നാണ്. അപ്പോ ശിവഭഗവാൻ, അതായത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണല്ലോ, ശിവഭഗവാന്റെ അടുത്ത് വെച്ചപ്പോ ശിവഭഗവാൻ അത് അങ്ങനെ അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയാണ്ട് ഇങ്ങനെ ചിരിച്ചു. അപ്പോ വീണ്ടും മഹാവിഷ്ണുവിനോട് ചോദിക്കാം, മഹാവിഷ്ണു ഭഗവാനെ ഞങ്ങളുടെ അടുത്ത് എനിക്കിത് സംശയം ഒന്ന് തീർത്തു തരണം എന്നാണ് പറയാണ്. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, ഞങ്ങള് ജഗദമ്പിയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇവർക്കൊരു സംശയം, ഇവര് ഇപ്പൊ ദൈവങ്ങളും ആരെങ്കിലും പ്രാർത്ഥിക്കണ്ടാവൂലോ എന്നുള്ളതുകൊണ്ടാണ് നാരദ മഹർഷി ചോദിച്ചത്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, ഞങ്ങൾ ഞങ്ങളുടെ പരാശക്തിയായ ദേവിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ഇത് നാരദനോട് പറഞ്ഞൊരു മറുപടിയാണിത്. ദേവിയാണ്, പരമേശ്വര ഭഗവാനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും ദേവിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന്. അത് ഞാൻ ഇവിടെ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാൽ പല പ്രാവശ്യം സ്തുതിക്കപ്പെട്ട അംബികയെ, അപ്പോ ദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ
അതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണേന സംസ്തുതേ ദേവി, ശ്രീകൃഷ്ണനാൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കപ്പെട്ട അല്ലെങ്കിൽ പല പ്രാവശ്യം സ്തുതിക്കപ്പെട്ട ദേവി, അങ്ങ് എനിക്ക് രൂപവും യശസ്സും നൽകിയാലും ജയവും അതുപോലെ തന്നെ ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പൊ അത് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓർമ്മ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുക, എനിക്ക് അറിയണ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അത് ഏത് സന്ദർഭമെന്നൊക്കെ ഉണ്ട്, അത് ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം നടന്നത് ആയിട്ട് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ ദേവി ഭാഗവതം വായിച്ച ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത്. ഓക്കെ, ഇനി അടുത്തത് ഹിമാചല സുധാനാഥ പൂജിതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദ്വേഹി ദിശോ ജഹി. പരമശിവനാൽ പോലും സ്തുതിക്കപ്പെട്ട ഹേ പരമേശ്വരി, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടിനും ഈ ഒരു കഥ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് സ്യൂട്ടാവുന്നുണ്ടല്ലോ. ശ്രീപരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ആ ശിവനാലും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനാലും പല പ്രാവശ്യം സ്തുതിക്കപ്പെട്ട ദേവി പരമേശ്വരി, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും. അപ്പൊ അത് ഇതിൽ സ്യൂട്ടായല്ലോ, ആ ഒരു സ്റ്റോറി മനസ്സിലായില്ലേ നാരദൻ ചോദിച്ചത്. ഇനി 19 സുരാസുര ശിരോരത്നീഹൃഷ്ട ചരണാംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ദേവന്മാരുടെയും അസുരന്മാരുടെയും ശിരോമണികളാൽ ഉരസപ്പെടുന്ന പാദങ്ങളോടുകൂടിയ അല്ലയോ അംബികെ, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും ശത്രുക്കളെ നശിപ്പിച്ചാലും. എന്നാണ് ഈ ലൈനിന്റെ അർത്ഥം. അടുത്തത് 20 ഇന്ദ്രാണി പതി സദ്ഭാവ പൂജിതേ പരമേശ്വരി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ദേവേന്ദ്രനാൽ ഉത്തമ ഭക്തിയാൽ പൂജിക്കപ്പെട്ട ഹേ പരമേശ്വരി. അപ്പൊ അടുത്തത് ദേവേന്ദ്രനാലും കൂടി പൂജിക്കപ്പെട്ട ദേവി, അങ്ങ് എനിക്ക് രൂപവും യശസ്സും ജയവും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും. പിന്നെ 21 ദേവി ഭക്തജനോദ്ധാമദത്താനന്ദോദയേ അംബികേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ശ്രേഷ്ഠരായ ഭക്തജനങ്ങൾക്ക് മോക്ഷം നൽകുന്ന അമ്മേ, എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും. അങ്ങനെയല്ല അമ്മേ, എനിക്ക് രൂപവും ജയവും യശസ്സും അങ്ങനെക്ക് നൽകിയാലും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ അടുത്തത് 22 പത്നി മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗ സംസാര സാഗരസ്യ കുലോദ്ഭവാം. മനസ്സിനിണങ്ങിയവളും മനോരമയും ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചവളും സംസാര സാഗരത്തെ മറികടക്കാൻ എന്നെ സഹായിക്കുന്നവളുമായ പത്നിയെ എനിക്ക് തന്നാലും എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ അർഗള സ്തോത്രത്തില് മാർക്കണ്ഡേയ ഉവാചയാണ് ഈ ലൈൻസ് എല്ലാം. അപ്പൊ അതില് പറയണതാണ് പത്നി മനോരമാം ദേവി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗ സംസാര സാഗരസ്യ കുലോദ്ഭവ. മനസ്സിനിണങ്ങിയവളും മനോരമയും ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചവളും സംസാര സാഗരത്തെ മറികടക്കാൻ എന്നെ സഹായിക്കുന്നവളുമായ പത്നിയെ എനിക്ക് തന്നാലെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു പത്നിയെ കിട്ടാനുള്ള ആ ഒരു ഇതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പിന്നെ 23 പുത്രാൻ ദേഹി ധനം ദേഹി സർവകാമാംശ ദേഹി മേ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. എനിക്ക് പുത്രന്മാരെയും ധനത്തെയും തരികയും എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരികയും ചെയ്താലും എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയാലും എന്റെ ശത്രുക്കളെ നശിപ്പിച്ചാലും എന്ന് ഇത് ഈ ലൈനിൽ പറയുന്നു. പിന്നെ 24 ഇതം സ്തോത്രം പഠിത്വാതു മഹാസ്തോത്രം പഠേന്നര സപ്തശതി സംഖ്യാവരമാപ്നോതി സമ്പദ. ഈ സ്തോത്രം പാരായണം ചെയ്ത ശേഷം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവന് മഹാസ്തോത്ര പാരായണത്തിൽ ലഭിക്കുന്ന അത്ര തന്നെ ഒരു പുണ്യ സമ്പത്ത് ലഭിക്കുന്ന, അതായത് അത്രയും നല്ലതാണെന്ന് ദേവി മഹാത്മ്യം. ഈ സപ്തശതി എന്ന് പറഞ്ഞാല് ദേവി മഹാത്മ്യം തന്നെ കേട്ടോ, ദേവി മഹാത്മ്യം തന്നെയാണ്. അപ്പൊ അത് ചാൻഡ് ചെയ്യണതിന് മുമ്പ് ഈ ഒരു അർഗള സ്തോത്രം ചാൻഡ് ചെയ്യണമെന്നും കൂടിയാണ് ഈ ലൈനിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അർഗള സ്തോത്രം അത് കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് കീലകം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആ കീലകം കൂടി കീലകത്തിൽ ഒരു 14 എണ്ണയിലും അതും കൂടി ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ
അടുത്ത ദിവസത്തേൽ ഞാൻ കവചം ചാൻഡ് ചെയ്തിട്ട് അതിന്റെ മീനിങ്ങും പറഞ്ഞിട്ട് ഒന്നാമത്തെ അധ്യായം തുടങ്ങാം. അപ്പൊ ഇതിപ്പോ ഇന്ന് കീലകം കൂടി പറയാം. അസ്യ ശ്രീ കീലക മന്ത്രസ്യ ശിവഹൃഷി അനുഷ്ഠുച്ഛന്ത ശ്രീ മഹാസരസ്വതി ദേവതാ ശ്രീ ജഗദംബ പ്രീത്യത്തെ ജപേ വിനിയോഗഃ. ഓം നമഃ ചണ്ഡികായേ. മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ പറഞ്ഞു, വിശുദ്ധ ജ്ഞാനദേഹായ ത്രിവേദി ദിവ്യചക്ഷുഷേ ശ്രേയപ്രാപ്തി നിമിത്തായ നമഃ സൗമാർദ്ദധാരിണേ. വിശുദ്ധമായ ജ്ഞാനം തന്നെ ദേഹമായുള്ളവനും 3 വേദങ്ങളെ 3 കണ്ണുകളാക്കി വിലസുന്നവനും മോക്ഷപ്രാപ്തിക്ക് കാരണഭൂതനുമായ സോമശേഖരനെ നമസ്കരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത രണ്ടാമത്തെ സർവമേതദ്വിജാനീയാത് മന്ത്രാണാമഭികീലകം സോഭിക്ഷേപവാപ്നോതി സതതം ജപതത്പര. മോക്ഷത്തിന് പ്രതിബന്ധങ്ങളെല്ലാം അകറ്റുന്ന ഒരു കീലകമായി ദേവി മഹാത്മ്യത്തെ മനസ്സിലാക്കിയാലും മോക്ഷ പ്രതിബന്ധങ്ങൾ, മോക്ഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാം ഈ കീലക പാരായണം കൊണ്ട് തന്നെ നമുക്ക് ഒരു വഴി തുറന്നു കിട്ടുന്ന ഒരു കീലകമായി ദേവി മഹാത്മ്യത്തെ മനസ്സിലാക്കാൻ മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതിൽ തൽപരനായവനും ക്ഷേമം പ്രാപിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം. മോക്ഷ പ്രതിബന്ധങ്ങളെല്ലാം അകറ്റുന്ന ഒരു കീലകമായി ദേവി മഹാത്മ്യത്തെ മനസ്സിലാക്കിയാലും മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതിൽ തൽപരനായവനും മോക്ഷം പ്രാപിക്കുന്നു. ഇനി മൂന്നാമത്തെ സിദ്ധ്യന്തുച്ചാടനാദീനി വസ്തുനി സകലാന്യഭി ഏതേന സ്തുവതാം ദേവി സ്തോത്രം മാത്രേണ സിദ്ധ്യതി. വേറെയുള്ള മന്ത്രജപങ്ങളും ഉച്ചാടനാദികളും ചെയ്യുന്നവർക്കും എല്ലാ സിദ്ധിയും കിട്ടുമെങ്കിലും ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് വെറും പാരായണ കൊണ്ട് തന്നെ ദേവി പ്രീതി കിട്ടുന്നു. അപ്പൊ അതായത് എന്തൊക്കെ എവിടെയൊക്കെ ചാൻഡ് ചെയ്താലും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന അതിന്റെ ഒരു ദേവി പ്രീതി സമ്പാദിക്കാൻ പറ്റുന്ന അത്രയും ഉത്കൃഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. അത് ദേവിയുടെ നമുക്കൊരു ബ്ലെസ്സിങ്സ് കിട്ടുന്നതാണ് ഇതിൽ പറയുന്നത്. വേറെ ഏതൊക്കെ മന്ത്രജപങ്ങൾ ജപിച്ചാലും ഉച്ചാടന പല പല മന്ത്രസിദ്ധികളൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് ദേവിയുടെ പ്രീതി കിട്ടുമെന്നാണ് പറയുന്നത്. നാലാമത്തെ നമന്ത്രോ നൗഷധം തത്ര നകിഞ്ചദപി വിദ്യതേ വിരാജാഭേന സിദ്ധ്യേത സർവമുച്ചാടനാധികം. അപ്പോ ഇവിടെ പറയണത്, അതായത് ഇവിടെ പറയണത് മന്ത്രം ജപിക്കാതെ തന്നെ ഉച്ചാടനാദികളായ സകല കാര്യങ്ങളും അവന് ലഭിക്കും. ഈ സപ്തശതി ദേവി തന്റെ ഉപാസകന്റെ, അതായത് ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് തന്നെ ചെയ്തുകൊള്ളും. ദേവി നമ്മളെ ബ്ലെസ് ചെയ്തുകൊള്ളുന്ന ആണ് ഇവിടെ പറയുന്നത്. അതായത് മന്ത്രൌഷാദികൾ ഒക്കെ ഇല്ലേ, അതായത് ഇപ്പോ നമുക്ക് മന്ത്രം ജപിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പാരായണം കൊണ്ട് തന്നെ പല കാര്യങ്ങളും മന്ത്രം ജപിച്ച് ചാൻഡ് ചെയ്യണേ പോലെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ദേവിയുടെ ബ്ലെസ്സിങ്സ് ഈ ഒരു ഔഷധവും മന്ത്രവും അങ്ങനെ, അതായത് ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ ഈ ദുർഗാ സപ്തതി പാരായണം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് എല്ലാ ബ്ലെസ്സിങ്സും നമുക്ക് ദൈവത്തിന്റെ കിട്ടുന്നു. മന്ത്രം ജപിക്കാതെ തന്നെ അല്ലെങ്കിൽ ഉച്ചാരണാദികളൊന്നും നമുക്ക് ചെയ്യാതെ തന്നെ ഈ സപ്തശതി ദേവി, അതായത് ഈ ദേവി മഹാത്മ്യ പാരായണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വേണ്ട സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ശ്ലോകം 5. സമഗ്രാണ്യാഭി സിദ്ധ്യന്തി ലോകശങ്കാമിമാംഹര കൃത്വാ നിമന്ത്രയാമാസ സർവമേവ വിധം ശുഭം. മന്ത്രം കൊണ്ടും ഔഷധം കൊണ്ടും ഉച്ചാടനാദി കൊണ്ടും കിട്ടുന്ന എല്ലാ സിദ്ധികളും സപ്തശതി പാഠം കൊണ്ട് മാത്രം കിട്ടും. ഇത് സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കാനാണ് പരമശിവൻ ഈ മന്ത്രം ഉപദേശിച്ചത്. ഇതുകൊണ്ട് മറ്റുള്ള മന്ത്രങ്ങൾക്കും സാധുത അർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പരമശിവൻ പറഞ്ഞത് ഇനി വേറെ മന്ത്രങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു ദേവി മഹാത്മ്യം വായിച്ചാൽ തന്നെ നമുക്ക് എല്ലാ ഐശ്വര്യവും കിട്ടുന്നതാണ് പറയുന്നത്. ഈ ശ്രീ പരമശിവനാണ് ഈ കീലകം നിർമ്മിക്കേണ്ടി വന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുണ്യം നേടാനും പാപഫലങ്ങളിൽ നിന്ന് മുക്തി നേടാനും
ആണ് നമ്മൾ ഈ ഒരു സപ്തശതി പാരായണം. അപ്പൊ അതില് ശ്രീ പരമേശ്വരനാണ് കീലകം നിർമ്മിച്ചത്. അതുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ കീലകം കൂടി പാരായണം ചെയ്ത് ദേവി മഹാത്മ്യം ചാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന്. പിന്നെ സ്തോത്രം 6ാമത്തെ ശ്ലോകം കേട്ടോ. സ്തോത്രം വൈ ചണ്ഡികായാസ്തു തച്ച ഗുഹ്യം ചകാരസ സമാപ്തിർന ച പുണ്യസ്യ താം യഥാവന്യന്ത്രണം. പരമശിവൻ ചണ്ഡികാ സ്തോത്രത്തെ രഹസ്യമാക്കി തീർത്തു. സപ്തശതി പാരായണം കൊണ്ട് അവസാനമില്ലാത്ത ഫലം ലഭിക്കുന്നതിന് അദ്ദേഹം ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശ്രീ പരമേശ്വരൻ സപ്തശതി സ്തോത്രത്തെ വളരെ രഹസ്യമാക്കി തീർത്തു. അല്പപാരായണം കൊണ്ട് അവസാനമില്ലാത്ത ഫലം നൽകുന്നതായാൽ പാരായണ രീതികളെ കുറച്ച് കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞില്ലേ, ദേവി മഹാത്മ്യം അങ്ങ് പാരായണം അങ്ങനെ ചടപടയെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പാരായണം ചെയ്യണം. അതായത് ദേവി നമുക്ക് കീലകം, അർഗളം, ദേവി കവചം ഇത് ചാൻഡ് ചെയ്തിട്ട് ദേവി മഹാത്മ്യം ചാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ 7 ദിവസം കൊണ്ട് ചാൻഡ് ചെയ്യണ രീതി, 3 ദിവസം കൊണ്ട് ചാൻഡ് ചെയ്യണ രീതി, അങ്ങനെ പല രീതികളുണ്ട്. അതൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബലം നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് ഇത് ചാൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പിടിച്ച് വായിക്കരുത്. ഒന്നുമില്ലെങ്കിൽ ഒരു മേശപ്പുറത്ത് വെച്ച് വായിക്കണം, അതല്ലെങ്കിൽ ഒരു പീഠത്തിൽ വെച്ച് വായിക്കണം. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ലൈൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഇനി നമുക്ക് അഥവാ അതിൻ്റെ ഇടയിലൊന്ന് എഴുന്നേറ്റ് പോണ്ടി വന്നാൽ നമ്മൾ വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്തോട്ട് തുടങ്ങണം. ഇതിനൊക്കെ ഒരു രീതികളാണ്, ഓരോ ചിട്ടകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ 7ാമത്തെ സോ അഭിക്ഷേമ വാപ്നോതി സർവമേവ ന സംശയ. ഈ ശ്രീ പരമേശ്വരനാൽ വിധിക്കപ്പെട്ട ആ ഒരു രീതിയിൽ നമ്മൾ ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ശ്രീ പരമേശ്വരനാൽ വിധിക്കപ്പെട്ട പ്രകാരം ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഒരു ബലം കിട്ടുമെന്നാണ് നമുക്ക് ഈ ഒരു ലൈനില് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് വിധിപ്രകാരം പാരായണം ചെയ്യുന്നവന് എല്ലാ ക്ഷേമവും ലഭിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിത ദദാതി പ്രതിഗ്രഹണാദി നാന്യൈഷ പ്രസീദതി. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദേവി മഹാത്മ്യ പാരായണത്തിന്റെ ഉത്തമ ഫലം ലഭിക്കുന്നതിന് കറുത്ത പക്ഷം അഷ്ടമിയിലോ ചതുർദശിയിലോ ഏകാഗ്രതയോട് കൂടി കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്ത, അതായത് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്താന്നല്ല പറഞ്ഞ, ഈ ബുക്ക് കൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാന്ന് പറഞ്ഞാല് തനിക്കുള്ളതെല്ലാം ദേവി പാദത്തില് അർപ്പിക്കുക. അതിനുശേഷം ദേവി അതെല്ലാം നമുക്ക് നൽകുന്നു എന്ന സങ്കല്പത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യുക. ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ ദേവി പ്രീതി ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മള് ഈ പറയുന്നത് എല്ലാം കറുത്ത പക്ഷം അഷ്ടമിയിലോ ചതുർദശിയിലോ ഏകാഗ്രതയോട് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. നമ്മൾ ചാൻഡ് ചെയ്യണത് നമ്മളിപ്പോ ഓരോ ഈ അഷ്ടമിയോ ചതുർദശിയോ നോക്കിയിട്ടല്ല നമ്മൾ പാരായണം ചെയ്യുന്നത്. എന്നാലും നമ്മൾ മനസ്സിൽ ഇത് ദേവിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സമർപ്പിക്കുന്നു, ദേവി അതിന്റെ ഒരു ബലം ഞാൻ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള മനസ്സോടു കൂടി തന്നെ നമ്മളിത് ചാൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം യോ നിഷ്കീലാം വിദായേനാം നിത്യം ജപതി സ്ഫുടം സസിദ്ധി സഗണസോ അഭിഗന്ധർവോ ഛായതോ അവനി. ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം യോ നിഷ്കീലാം വിദായേനാം നിത്യം ജപതി സംസ്ഫുടം സസിദ്ധി സഗണസോ അഭിഗന്ധർവോ ജായതേ അവനി.
അതായത് ഇതിന്റെ മീനിങ്, അപ്രകാരം മഹാദേവനാൽ ഉപദേശിക്കപ്പെട്ട ഈ കീലക മന്ത്രം കൊണ്ട് ഈ സ്തോത്രത്തിന്റെ സിദ്ധിക്ക് വന്നേക്കാവുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം നീക്കി ഏതൊരുവൻ അത് ജപിക്കുന്നുവോ അവനെ സിദ്ധനായും ദേവീഗണത്തിൽപ്പെട്ടവനായും അന്യരുടെ സംരക്ഷണ സാമർഥ്യത്തിൽ ഗന്ധർവനായി ഭവിക്കുന്നു എന്ന്. അതായത് എല്ലാ ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്നു എന്ന് തന്നെ, ദേവിയുടെ പ്രീതിക്ക് നമ്മൾ പാത്രീഭവിക്കുന്നു എന്നാണ് ഇത് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് അഷ്ടസിദ്ധികളൊക്കെ ലഭിക്കുന്നു എന്ന് ദേവിയുടെ, നമുക്ക് എല്ലാ തരത്തിലുള്ള സിദ്ധികളും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, കൂടുതൽ അങ്ങനെ വിപുലീകരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള മീനിങ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഭയം ഗോപീഹ ജായതേ നാഭ മൃത്യുവശം യാതി മൃത്യോ മോക്ഷമവാപ്നുയാത് ന ചൈവ്യാപ്യടതസ്യ ഭയം ക്യാപീഹ ജായതേ നാഭ മൃത്യുവശം യാതി മൃത്യോ മോക്ഷമവാപ്നുയാത്. ഇത് പാരായണം ചെയ്യുന്ന ഭക്തന് ദേശാടനം നടത്തുമ്പോൾ ഒരു ഭയവും ഉണ്ടാവുകയില്ല, അവനൊരിക്കലും അപമൃത്യു ഉണ്ടാവുകയില്ല, മരണശേഷം മോക്ഷം ലഭിക്കും. ഇത് പാരായണം ചെയ്യുന്നവര് ദേശാടനം നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് നടക്കുമ്പോൾ അവനൊരു ഭയം ഉണ്ടാവില്ല, പിന്നെ അവനൊരിക്കലും അപമൃത്യുവായിട്ട് മരിക്കില്ല, അതുപോലെ തന്നെ മരണശേഷം അവന് മോക്ഷവും ലഭിക്കും എന്നാണ് പറയുന്നത്. ജ്ഞാത്വം പ്രാരഭ്യ കർവീതഹ്യ കുർവാണോ വിനശ്യതി തതോ ജ്ഞാത്വൈവ സമ്പന്നം ഇദം പ്രാരഭ്യതേ ബുധൈ. കീലക മന്ത്രം കൊണ്ടുള്ള ഗുണത്തെ മനസ്സിലാക്കി അതനുസരിച്ച് വേണം പാരായണം ചെയ്യുവാൻ, എന്നാൽ മാത്രമേ ദോഷങ്ങൾ നീങ്ങി പൂർണ്ണമായ ഫലം സിദ്ധിക്കുകയുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ, കീലക മന്ത്രം കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് മനസ്സിലാക്കി വേണം ഇത് പാരായണം ചെയ്യാൻ. അപ്പൊ ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വേണം പാരായണം ചെയ്യാൻ. വെറുതെ വായിച്ചുകൊണ്ട് ഇതിന്റെ മീനിങ് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വേണം പാരായണം ചെയ്യുക. അതായത് മീനിങ് അല്ല, ഇതിന്റെ ഗുണത്തെ മനസ്സിലാക്കി. ഗുണത്തെ മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ എന്താ കണ്ടന്റ് എന്ന് മനസ്സിലാക്കിയാലല്ലേ അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കി പാരായണം ചെയ്താൽ എല്ലാ ദോഷങ്ങളും നീങ്ങി നമുക്ക് പൂർണ്ണമായൊരു അതിനൊരു ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറയാം. പിന്നെ 12ാമത്തെ സൗഭാഗ്യാദിചയത് ദൃശ്യതേ ലലനാചനേ തത്സർവം തത്പ്രസാദേന തേന ജാപ്യമിതം ശുഭം. സ്ത്രീജനങ്ങളിൽ കാണുന്ന സൗഭാഗ്യം, ഐശ്വര്യം മുതലായവ ദേവി പ്രസാദത്തിന്റെ ഫലമാണ്. സ്ത്രീകളിൽ കാണുന്ന ഐശ്വര്യവും അതുപോലെ തന്നെ സൗഭാഗ്യം, അതൊക്കെ ദേവിയുടെ പ്രസാദത്തിന്റെ ഫലമായിട്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ശുഭമായ ഇത് ജപിക്കുക തന്നെ വേണം. മെയിനായിട്ടും ഇത് ചാൻഡ് ചെയ്യേണ്ടത് സ്ത്രീകളാണ്. നമ്മുടെ ഇപ്പൊ നമ്മൾ സ്ത്രീകള് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ നമ്മളിത് ചാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് കേൾക്കാൻ സാധിക്കും. അപ്പൊ വീടിന് തന്നെ ഒരു ഐശ്വര്യമാണ്. അപ്പൊ ആ ഐശ്വര്യം ദേവി നമുക്ക് ബ്ലെസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐശ്വര്യം നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കിട്ടും. അതാണ് പറയുന്നത്. എപ്പോഴും പറയില്ലേ, സ്ത്രീയാണ് വീടിന്റെ ഐശ്വര്യം എന്ന്. അപ്പൊ ആ ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മളിത് പാരായണം ചെയ്യാനാണ് പറയുക, ഇതിന് മനസ്സിലാക്കുന്നത്. പിന്നെ 13ാമത്തെ ശനൈസ്തു ജപ്യമാനേ അസ്മിൻ സ്തോത്രേ സമ്പത്തുരച്ചഗൈ ഭവത്യേവ സമാഗ്രാഭി തത് പ്രാരഭ്യമേവ തത്. സപ്തശതി സ്തോത്രം പതുക്കെ ജപിച്ചാൽ സമ്പത്തുണ്ടാകും. പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ജപിക്കാൻ പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ സംസാരിക്കണ പോലെ പതുക്കെ ജപിച്ചാൽ സമ്പത്തുണ്ടാകും. ഉറക്കെ ജപിച്ചാൽ പൂർണ്ണമായി സമ്പത്തും പുരുഷാർത്ഥങ്ങളും ലഭിക്കും. അതിനാൽ ഇത് ഉറക്കെ തന്നെ ജപിക്കണം. പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ജപിക്കരുത്. ഇങ്ങനെ നമ്മള് ഇപ്പൊ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ, ഓക്കെ മനസ്സിൽ അമ്മേ നാരായണ, ദേവി അങ്ങനെ ചാൻഡ് ചെയ്യാൻ പാടില്ല. കുറച്ച് ഉറക്ക ചാൻഡ് ചെയ്യണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആ ഒരു രീതിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീടിന്റെ ചുമരുകൾക്ക് വരെ കേൾക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ വീട്ടിലുള്ളവർക്കും കേൾക്കാൻ സാധിക്കും. അപ്പൊ അത് വീടിന് തന്നെ ഒരു ഐശ്വര്യമാണ്. അപ്പൊ അത് ഉറക്കെ ജപിക്കണം. പിന്നെ ഐശ്വര്യം യത് പ്രസാദേന സൗഭാഗ്യാരോഗ്യ സമ്പദ ശത്രുഹാനി പരോ മോക്ഷ സ്തുയതേ സാന കിംജനേ. ദേവി മഹാത്മ്യം കൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും ശത്രുഹാനിയും
പരമമായ മോക്ഷവും ലഭിക്കും എന്നിരിക്കെ ജനങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ്. ശരിയാണ്, ദേവി മഹാത്മ്യം ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് ജനങ്ങള്, സ്ത്രീകള് അല്ലെങ്കിൽ ആളുകൾ ചാൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുകയാണ്. ശരിയാണ്, നമ്മൾ എന്തുകൊണ്ട് ചാൻറ്റ് ചെയ്യുന്നില്ല? സാൻസ്ക്രിറ്റ് ആയതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇത് വായിക്കാനുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. നമുക്കിപ്പോൾ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചാൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ദേവി മഹാത്മ്യം ചാൻറ്റ് ചെയ്ത് തുടങ്ങുക. നമ്മുടെ വീടിനൊക്കെ എല്ലാ ഐശ്വര്യങ്ങളും ദേവി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒന്നാമത്തെ ആ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യും. അതിന്റെ കൂടെ ലളിതാ സഹസ്രനാമത്തിന്റെ മീനിങ്ങും പറയാട്ടോ. അപ്പൊ എനിക്ക് തോന്നി, എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു അവർക്ക് ദേവി മഹാത്മ്യം വായിക്കണം എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇത് തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ ലളിത സഹസ്രനാമത്തിന്റെ മീനിങ്ങും ചാൻറ്റി പറഞ്ഞു തരാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതും ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അമ്മയുടെ എല്ലാവിധ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ദേവി മഹാത്മ്യം വായിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.